ടൊയോട്ടൻ്റെ എത്തിയോസ് ലീവാണ് വരുന്നത്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണെങ്കിൽ പോലും കാരണം റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഏകദേശം 89,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൾട്ടോ ആണ്. ആൾട്ടോ മൂന്നാമത്തെ ഓണർഷിപ്പാണ്. 2005 മോഡലാണ്. 2025 വരെ ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൾട്ടോ 800 ആണ്. 2018 മോഡലാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. തേർഡ് ഓണർഷിപ്പാണ് വരുന്നത്. ഏകദേശം 85,000 കിലോമീറ്റർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫിനിഷിങ് വണ്ടിയാണ്. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം നമ്മളെ കുമ്മിണിപ്പറമ്പാണ്. കുമ്മിണിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർപോർട്ട് റോഡിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് കയറി കുമ്മിണിപ്പറമ്പ് സലീം കാക്കൻ്റെ കാർ ഷോപ്പിലാണുള്ളത്. ഇത് ഷോറൂമെന്നൊന്നും പറയണ്ട, സലീം ഖാൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു ഷട്ടിലാണ്. ഒരുപാട് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ നോക്കാൻ പോകുന്നത് സാധാരണക്കാർക്ക് പറ്റിയ കാറാണ് നോക്കാൻ പോകുന്നത്. നമ്മളെ മുസഫിർ നമ്മളെ കൂടെ ഉണ്ട്. മുസഫിറാണ് നമുക്ക് ഇന്ന് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നത്. പക്ഷേ മുസഫിറിന് ഒരുപാട് ഇതുണ്ട്, വീഡിയോയിൽ നിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ നിർത്തിക്കോ ഇല്ല എന്നൊക്കെ നമുക്ക് കാണാം. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഏകദേശം 70ഓളം കാറുണ്ട്. കാരണം ഇവിടുത്തെ ഒരു യാർഡുണ്ട്, അതിനോട് ചേർന്ന് തന്നെയാണ് സലീം ഖാൻ്റെ വീടുള്ളത്. അതുപോലെ തന്നെ ഇവിടുന്ന് ആ ഒരു അറ്റം വരെ ഏകദേശം 70ഓളം കാറുകൾ വരുന്നുണ്ട് ഇവിടെ. അതിൽ നിന്ന് നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി കാറുകളാണ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത്. കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല. സാധാരണക്കാർക്ക് പറ്റിയ നോർമൽ കാറുകളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. വില കുറവിനുള്ള വമ്പൻ കളക്ഷൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോയാലോ. നമുക്ക് ഇവിടുന്ന് ഏകദേശം എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കാറുകൾ? 45,000 മുതൽ ലാസ്റ്റ് വരുന്ന പ്രൈസ് ഏതാണ്? ലാസ്റ്റ് 6 ലക്ഷത്തിൻ്റെ ഉണ്ട്. 6 ലക്ഷം, അതായത് 45,000 തൊട്ട് 6 ലക്ഷം വരെ വരുന്ന കാറുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ നിന്ന് നമ്മൾ ഏകദേശം 10ഓളം വണ്ടികളാണ്, അത്യാവശ്യം തെറ്റില്ലാത്ത വണ്ടികളാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. എന്നാൽ പോവല്ലേ? നീ വീഡിയോയിൽ നിൽക്കുമോ? ഇല്ല, അപ്പം വീഡിയോയിൽ നിൽക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ ആയിരിക്കും ഫുള്ള് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട ആണ്. ഇപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇത് സെലോറിയ, മാരുതിൻ്റെ സെലോറിയാണ് വരുന്നത്. ഫസ്റ്റ് ഓണർഷിപ്പാണ് വരുന്നത്. ഏകദേശം 86,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഏകദേശം 17-18 മൈലേജും കിട്ടും. ഇന്ത്യയിൽ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയിൽ ഇന്ത്യയിൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടയറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് 86,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. 86,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടെങ്കിലും ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,70,000 രൂപയാണ്. അതുപോലെ തന്നെ 3 ലക്ഷം രൂപ വരെ ലോണും കിട്ടും. അതായത് നെഗോഷ്യബിൾ ആണ്. ഇവിടെ വന്ന് സലീം ഖാനായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പാകത്തിനുള്ള പ്രൈസ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പം 3 ലക്ഷം, അതായത് ഒരു 60,000 റുപ്യ ഉണ്ടെങ്കിൽ ഇവിടുന്ന് കാർ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഫ്യൂവൽ വരുന്നത് പെട്രോളാണ്. പിന്നെ മൈലേജാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത്. മൈലേജ് പറഞ്ഞില്ലല്ലോ. ഏകദേശം 17-18 എന്തായാലും മൈലേജും കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മോഡലിലേക്ക് പോയാലോ. ഹിയോണ്ട ഇറ പ്ലസ് ആണ്. ഇറ പ്ലസ് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ നോക്കുമ്പം ഏവറേജ് ടയർ വരുന്നുണ്ട്. 2013 മോഡലാണ്. 2013 മോഡലാണെങ്കിലും അത്യാവശ്യം നല്ലോണം ഓടിച്ചിട്ടുണ്ട്. 1,30,000 കിലോമീറ്റർ വരെ ഓടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ RC ഓണറാണ് വരുന്നത്. ഇത് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,80,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ വന്ന് സംസാരിച്ചാൽ എന്തായാലും സലീം ഖാൻ ചെയ്തു തരും. പിന്നെ ഏകദേശം 1.5 ലക്ഷം വരെ ലോണ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇന്ത്യയിൽ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഇന്ത്യയിൽ വർക്ക് കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ റീപ്ലേസ് കാര്യങ്ങൾ ഉണ്ടോയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും അല്ല. ബോണറ്റൊന്നും മാറിയിട്ടില്ല. ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ചോദിക്കുന്ന വില 1,80,000 രൂപയാണ്. നെഗോഷ്യബിൾ എന്നാണ്. ഫ്യൂവൽ വരുന്നത് പെട്രോൾ എന്നാണ്. അതുപോലെ തന്നെ മൈലേജ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 20 എന്തായാലും മൈലേജ് കിട്ടും. ഇയോണ്ട അധിക വണ്ടിക്കും മൈലേജ് കിട്ടും. പക്ഷെ വലിവിൻ്റെ കാര്യത്തിൽ കുറച്ച് പിന്നോട്ടാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ആൾട്ടോ ആണ്. ആൾട്ടോ മൂന്നാമത്തെ ഓണർഷിപ്പാണ്. 2005 മോഡലാണ്. 2025 വരെ ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റീപ്ലേസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു 2005 മോഡലിലൊക്കെ നമുക്ക് കിലോമീറ്റർ ചെക്ക് ചെയ്തിട്ട് വലിയ കാര്യമില്ല. കാരണം അത്യാവശ്യം ഓടിയ വണ്ടി തന്നെ ആയിരിക്കും. ഇത് ചോദിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഏകദേശം 85,000 റുപ്യാണ്. സാധാരണക്കാർക്ക് പറ്റിയ, അതായത് വണ്ടി ഓടിക്കാൻ പറ്റിയ, അതായത് ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയതും അതുപോലെ തന്നെ വണ്ടി പഠിക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഏവറേജ് ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ ഒരു ഏവറേജ് തന്നെ വരുന്നുണ്ട്. ആൾട്ടോ ബ്ലാക്ക് കളറാണ് വരുന്നത്. പിന്നെ ഇതിന് ലോണ് കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു 16-17 എന്തായാലും മൈലേജ് കാര്യങ്ങൾ എന്തായാലും കിട്ടും. അപ്പോൾ എന്തായാലും ഇതൊരു 85,000 റുപ്യ ലാസ്റ്റ് പ്രൈസ് അല്ല, നെഗോഷ്യബിൾ എന്നാണ് വരുന്നത്.
അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ആൾട്ടോ ആണ്. ആൾട്ടോ 2009 മോഡലാണ്. റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് മാറിയിട്ടുണ്ട്, ബോണറ്റും മാറിയിട്ടുണ്ട്, ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഏകദേശം 1ൻ്റെ മുകളിൽ തന്നെ കിലോമീറ്ററും വരുന്നുണ്ട്. ഇത് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90,000 റുപ്യാണ് ചോദിക്കുന്നത്. അതായത് 2005 മോഡൽ ഏകദേശം 80,000 റുപ്യ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2009 മോഡൽ 90,000 റുപ്യ ചോദിക്കാനുള്ള മെയിൻ കാരണം ഇത് റീപ്ലേസ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഫ്യൂൽ വരുന്നത് പെട്രോളാണ് വരുന്നത്. ഏകദേശം മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 17-18 എന്തായാലും മൈലേജ് കിട്ടും. അൾട്ടോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു സൗകര്യമുള്ള വണ്ടിയാണ്. കാരണം വണ്ടി പഠിക്കാൻ പറ്റുന്ന ആൾക്കാർക്കും ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഒരു നല്ലൊരു വണ്ടിയാണ് ആൾട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇവിടുന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ വരാണെങ്കിൽ തന്നെ വണ്ടി മാക്സിമം ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയിട്ട് മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുത്താൽ മതി. നമ്മളൊരു വാക്കിൻ്റെ മുകളിൽ മാത്രം നിങ്ങൾ വന്ന് വണ്ടി എടുക്കരുത്. ഏതൊരു വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിലും മാക്സിമം വണ്ടി നല്ലോണം ചെക്ക് ചെയ്യുക. കാരണം ഇതിൽ റീപ്ലേസ് കാര്യങ്ങൾ എന്തായാലും ഉണ്ട്, ഗ്ലാസ്സും ഉണ്ട്, ബോണറ്റും ഉണ്ട്. 90,000 റുപ്യാണ് എന്തായാലും നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. ലോണ് കാര്യങ്ങൾ എന്തായാലും കിട്ടില്ല, റെഡി ക്യാഷ് തന്നെയാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് മോഡലിലേക്ക് നമ്മൾ പോവുക. ആൾട്ടോ 800 ആണ് വരുന്നത്. നമുക്ക് ആ ഒരു മോഡലിലേക്ക് പോവാം. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ആൾട്ടോ 800 ആണ്. 2018 മോഡലാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 3rd ഓണർഷിപ്പാണ് വരുന്നത്. ഏകദേശം 85,000 കിലോമീറ്റർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫിനിഷിങ് വണ്ടിയാണ്. LXI മോഡലാണ് വരുന്നത്. പെട്രോൾ വേരിയൻറ്റും ആണ് വരുന്നത്. അതുപോലെ തന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 18-19 മൈലേജ് എന്തായാലും കിട്ടും. പിന്നെ ഇതിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കമ്പനി ഇതന്നെ വരുന്നത്. അത്യാവശ്യം വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ സ്ക്രീൻ വരുന്നുണ്ട്. എക്സ്ട്രാ സ്ക്രീന് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ വണ്ടിയുണ്ട്. പിന്നെ ഇത് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,90,000 റുപ്യാണ്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒരു 2,40,000 2,30,000 വരെ ലോണ് കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടും. പിന്നെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നെഗോഷ്യബിൾ ആണ്. നിങ്ങളിവിടെ വന്ന് വണ്ടി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്രൈസിൽ എന്തായാലും മാറ്റം വരും. നെക്സ്റ്റ് നോക്കുന്നത് ടൊയോട്ടൻ്റെ എത്തിയോസ് ലീവാണ് വരുന്നത്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണെങ്കിൽ പോലും കാരണം റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഏകദേശം 89,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വണ്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ വണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏവറേജ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 3,20,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അതുപോലെ തന്നെ ലോണ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 2,00,000 റുപ്യ വരെ ലോണ് കാര്യങ്ങൾ കിട്ടും. ഫ്യൂവൽ വരുന്നത് ഡീസൽ വേരിയൻ്റ് ആണ് വരുന്നത്. ഏകദേശം 20 വരെ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ എന്തായാലും നമുക്ക് മറ്റൊരു വണ്ടിയിലേക്ക് പോയി നോക്കാം. നെക്സ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത് റിഡ്സ് ആണ്. അതിൻ്റെ മുമ്പ് നമ്മളെ മുസഫിർ ഉണ്ട്. മുസഫിറാണ് നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞത്. കുറച്ച് മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നല്ലേ. കാരണം ഇതുവരെ എന്നെ കൊണ്ട് ഞാൻ ക്യാമറയിൽ നിൽക്കൂലെന്ന് പറഞ്ഞ ആളാണ്. ലാസ്റ്റ് അവനെ പിടിച്ച് നിർത്തിയതാണ്. മുസഫിറെ ഡീറ്റെയിൽസ് പറയും. 2010 മോഡലാണ്. ഒന്ന് എനർജറ്റിക് ആവട്ടെ, ഉഷാറാവട്ടെ. 2010 മോഡലാണ്. 2010 മോഡലാണ്. പെട്രോളാണ്. പെട്രോള്. അതെ. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1,02,000. 1,02,000 കിലോമീറ്റർ. റിഡ്സ് സ്വിഫ്റ്റ് ഇതൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റണ്ണിങ് ഉള്ള വണ്ടിയാണ്. എങ്ങനെയാണ്? എത്രാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്? ഓണർഷിപ്പ് 4th ആയിക്കണം. 4ാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്. റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടല്ലേ. ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എക്സ്ട്രാ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ടയറും കുഴപ്പമില്ല, ആവറേജ് ടയർ കാര്യങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ചോദിക്കുന്ന പ്രൈസ്? നമ്മൾ ചോദിക്കുന്നത് 2,10,000 രൂപയാണ്. 2,10,000 രൂപ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് എത്ര കയറും? നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന്റെ മുകളിൽ ഏകദേശം എത്ര ലോൺ കിട്ടും? ഇതിന് 1,00,000 നമുക്ക് കൊടുക്കാം. 1,00,000 റുപ്യ വരെ ലോണ് കാര്യങ്ങൾ കിട്ടും. കൂടുതൽ ലോൺ കൊടുക്കാൻ പറ്റില്ലല്ലേ? 2010 മോഡൽ. 2010 മോഡൽ ആയതുകൊണ്ട് എന്തായാലും 1,00,000 റുപ്യ വരെ ലോണ് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇത് ഏകദേശം മൈലേജ് എത്ര കിട്ടും? ഇതൊരു 15 വരെയൊക്കെ മാക്സിമം 15 വരെ മൈലേജ് കാര്യങ്ങൾ കിട്ടും. എന്തായാലും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഫ്രണ്ട് റീപ്ലേസ് ഉണ്ടല്ലേ, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ചോദിക്കുന്ന വില 2,10,000. എന്തായാലും ചെറിയ രീതിയിൽ എന്തായാലും മാറ്റം വരുത്തും. 1,00,000 റുപ്യ വരെ ലോണ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള വണ്ടി ഏതാണ്? ഷിഫ്റ്റ് എന്നാണല്ലോ അത്. ഷിഫ്റ്റ് ഇത് ഏതാ മോഡൽ വരുന്നത്? 2011 മോഡൽ 12 രജിസ്ട്രേഷൻ. 2011 മോഡൽ 2012 രജിസ്ട്രേഷൻ. എത്രാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്? ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഒരു അപാകതകളോ ഒന്നുമില്ല. ഏതാ ഇത് വരുന്ന ഓപ്ഷൻ വരുന്നത്? വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഡീസൽ വേരിയൻ്റ് ആണ് വരുന്നത്. ഓക്കെ. ഡീസൽ ആകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 18-19 എന്തായാലും മൈലേജ് കൺഫേം ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ ഇന്ത്യ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ലെതർ ചെയ്തിട്ടുണ്ടല്ലേ. ക്വാളിറ്റിയുള്ള സീറ്റ് കവർ കാര്യങ്ങളാണ് വരുന്നത്. റീപ്ലേസ് ഒന്നുമില്ല, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. മേജർ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ ആവറേജ് ടയർ കാര്യങ്ങളാണ് വരുന്നത്. എത്രാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ് 1,22,000 ഓടിയിട്ടുണ്ട്.
അതായത് സെക്കൻഡ് ഓണർഷിപ്പ് 1,22,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇതവിടെ ചോദിക്കുന്നത് 3,20,000 3,20,000 രൂപ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് എന്തായാലും കുറച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ ലോണ് എത്ര വരെ കിട്ടും? ലോണ് 2 to 2.5 വരെ കിട്ടാൻ ചാൻസ് 2 to 2.5 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ ഇറക്കിക്കൊണ്ടാവും. 2 കൺഫേം ആണ്. ഓക്കെ, 2 രൂപ എന്തായാലും കിട്ടും. ബാക്കിയുള്ളത് നിങ്ങളെ പാർട്ടിൻ്റെ ട്രാക്ക് അനുസരിച്ചിട്ടായിരിക്കും എന്തായാലും കിട്ടുക. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കാനുള്ളത് ഇനോവ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ടൊയോട്ടൻ്റെ ഇനോവ G4 ആണല്ലോ വരുന്നത്. G4 എത്രാമത് ഓണർഷിപ്പാണ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പാണ്. ഏതാ മോഡൽ വരുന്നത്? 2005 2007 മോഡൽ റീ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. നിലമ്പൂർ RT ഓഫീസിലാണ് വരുന്നത് അല്ലേ. ഇന്ത്യ വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയോളൂ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനിൽ ഇന്ത്യ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1.5 ലക്ഷം വരെ ഓടിയിട്ടുണ്ട്. ടൊയോട്ടക്ക് ഓട്ടം പ്രശ്നമല്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ. എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? പുതിയ റിന്യൂവലാണ്. 2007 മോഡലാണ്, പുതിയ റിന്യൂവലാണ്. എത്ര വരെ പേപ്പർ കിട്ടും? 2027 അല്ല, 2027 വരെ ഫുൾ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്യൂവൽ ഡീസൽ അല്ലേ വരുന്നത്. നമുക്ക് എന്തായാലും ഇതൊരു മൈലേജ് ഇത് നമ്മളെ കേരള വണ്ടിക്കൊക്കെ ഒരു 10-11 കിട്ടുള്ളൂ. ഈ വണ്ടിക്ക് ഒരു 3 കിലോമീറ്റർ ഏറെ കിട്ടും. എന്ന് വെച്ചാൽ ഇന്റർകൂളർ വരും. ഇന്റർകൂളർ വരുന്നതുകൊണ്ട് ഏകദേശം ഒരു 13 വരെ മൈലേജ് കിട്ടും. 13-14 വരെ മൈലേജ് എന്തായാലും കിട്ടും. അപ്പോൾ ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 3,60,000. 3,60,000 ചോദിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് എന്തായാലും ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിന്റെ ലോൺ കിട്ടാൻ ചാൻസ് ഇല്ല. ഇവിടെ അടുത്തുള്ളവരൊക്കെ നോക്കാം. ഓക്കെ. ഇവിടെ മലപ്പുറം ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 1.5 വരെ ലോൺ കിട്ടും. അപ്പോൾ എന്തായാലും ഇത്ര ഒരുപാട് വണ്ടിയുണ്ട്. ഏകദേശം 10-50 വണ്ടിയുണ്ട്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് വണ്ടി മാത്രം, സാധാരണക്കാർക്ക് പറ്റിയ വണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ നോക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം റേഞ്ച് കൂടി അത്യാവശ്യം മോഡൽ വണ്ടിയൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ചെയ്യാം. ഇത് കറക്റ്റ് നമ്മളെ ലൊക്കേഷൻ എവിടെ വരുന്നത്? ഇത് മലപ്പുറം കൊണ്ടോട്ടി തറയിട്ടാൽ. എവിടെ? തറയിട്ടാ എയർപോർട്ടിന്റെ ബാക്ക് സൈഡാണ്. എയർപോർട്ടിന്റെ ബാക്ക് സൈഡാണ് വരുന്നത്. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുക. നിങ്ങൾ വിളിക്കാൻ മറക്കണ്ട. വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി. പറയാൻ പറ്റില്ല ആരാണോ ഫസ്റ്റ് വിളിക്കുന്നത് അവർക്കായിരിക്കും വണ്ടി കിട്ടുക. അപ്പോൾ എന്തായാലും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരാം. ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നേരെ കോൺടാക്ട് ചെയ്തോളൂ. ബൈ.